മൂന്നാം തവണ അധികാരമേൽക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്തുന്ന നേതാക്കളുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഉഭയകക്ഷി ബന്ധത്തിൽ തിരിച്ചടി നേരിട്ടെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കുന്ന മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആയിരിക്കും അതിഥികളിൽ പ്രധാനി. ഞായറാഴ്ച ഡൽഹിയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് മൊയ്സു പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരോടൊപ്പം ചടങ്ങിനായി പ്രസിഡന്റ് മൊയ്സു ശനിയാഴ്ച ന്യൂഡൽഹിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, മൗറീഷ്യസ്, സീഷെൽസ് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കൾക്കും ചടങ്ങിൽ ക്ഷണമുണ്ട്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡ എന്നിവർ ചടങ്ങിലെത്തുമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പ്രസിഡന്റ് മൊയ്സു ഇന്ത്യയിലെത്തുകയാണെങ്കിൽ 2014 മോദിയുടെ ആദ്യ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയ തന്റെ ഉപദേഷ്ടാവും മുൻഗാമികളിൽ ഒരാളുമായ അബ്ദുള്ള യമീന്റെ പാത പിന്തുടരുകയാകും ഇത്. ചൈനീസ് അനുകൂലിയായ മൊയ്സു 2023 നവംബറിൽ അധികാരത്തിലെത്തിയ ഉടൻ ദ്വീപ് രാജ്യത്ത് നിന്ന് സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഔട്ട് ഫ്ലാങ്കിൽ നിലവിലെ ഇബ്രാഹിം മുഹമ്മദ് സോലിഹിനെ പരാജയപ്പെടുത്തിയാണ് മൊയ്സു അധികാരമേറ്റത്. മാർച്ച് 10-നും മെയ് 10-നും ഇടയിൽ മാലദ്വീപിൽ നിലയുറപ്പിച്ച 80ഓളം സൈനികരെ ഇന്ത്യ പിൻവലിക്കുമെന്ന് ഈ വർഷം ഫെബ്രുവരിയിൽ ഇരു രാജ്യങ്ങളും ധാരണയിലായിരുന്നു. മെയ് 10-ന് ഇത് പൂർണ്ണമായും നടപ്പാക്കി. മെയ് 9-ന് മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ മൊയ്സു അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല സന്ദർശനത്തിനായി ഡൽഹിയിലെത്തിയിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയിൽ വിപുലമായ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മോദി പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. തുടർന്ന് മാലദ്വീപിന് ബദലായി ലക്ഷദ്വീപിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനാണ് മോദി ലക്ഷ്യമിടുന്നത് എന്ന തരത്തിൽ ചർച്ചകളും തുടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മോദിയുടെ ചിത്രം പങ്കുവച്ച് മന്ത്രി മറിയം ഷിയൂന എക്സിൽ വിവാദ പോസ്റ്റിട്ടത്. അതേസമയം മോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശത്തിനെതിരെ മാലദ്വീപ് മുൻ ഡെപ്യൂട്ടി സ്പീക്കറും എംപിയുമായ ഇവ അബ്ദുള്ളയും പ്രതികരണവുമായി രംഗത്ത് വന്നു. അപമാനകരവും വംശീയവുമായ പ്രസ്താവനയെന്നാണ് ഇവ പ്രതികരിച്ചത്. ഇന്ത്യയോട് മാപ്പപേക്ഷിച്ച് അവർ മാലദ്വീപിനെതിരായ ബഹിഷ്കരണം അവസാനിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യക്കാർ ന്യായമായ ദേഷ്യത്തിലാണ്. പ്രസ്താവന അരോചകമായിരുന്നു. പ്രസ്താവന മാലദ്വീപിലെ ജനങ്ങളുടെ അഭിപ്രായമല്ല. അപമാനകരമായ പ്രസ്താവനയിൽ ഇന്ത്യയിലെ ജനങ്ങളോട് ഞാൻ വ്യക്തിപരമായി മാപ്പ് ചോദിക്കുകയാണ്. ഇവ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. മന്ത്രിമാരുടെ പരാമർശത്തിനെതിരെ മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീറും രംഗത്തെത്തിയിരുന്നു. പരാമർശം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. നമ്മുടെ അടുത്ത അയൽക്കാർക്കും വിദേശ നേതാക്കൾക്കുമെതിരെ അടുത്തിടെ ഉണ്ടായ പരാമർശം അംഗീകരിക്കാൻ സാധിക്കില്ല. പരാമർശം സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടല്ല. അയൽ രാജ്യങ്ങളോട് പരസ്പര ബഹുമാനത്തോടെ പുരോഗമനപരമായ ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങൾ വിവാദമായതോടെ 3 മന്ത്രിമാരെ മാലദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ മാലദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷിയൂന, മൽഷ ഷരീഫ്, അബ്ദുള്ള മഹ്സൂം മജീദ് എന്നിവർ നടത്തിയ പരാമർശങ്ങളിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. മന്ത്രിമാരുടേത് വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നുവെന്നും ഔദ്യോഗിക നിലപാടല്ലെന്നും വിശദീകരിച്ച ശേഷമാണ് മാലദ്വീപ് സർക്കാർ 3 പേർക്കെതിരെയും നടപടിയെടുത്തിരുന്നത്. ഈ പ്രതിസന്ധികൾക്കാണ് മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അവസാനമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.